മേടം രാശിക്കാരുടേതായ ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളാണ്. ഇപ്പോൾ ഗ്രഹങ്ങളുടേതൊക്കെ ആയിട്ടുള്ള സ്ഥാനമാറ്റങ്ങളൊക്കെ കാരണം സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. 7.5 ശനിയുടെ സ്വാധീനം കാരണം തന്നെ ചിലവുകളും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകുമെങ്കിലും മറ്റൊരു വശത്ത് വ്യാഴന്റെ അനുഗ്രഹവും രാഹുവിന്റെ ശുഭസ്ഥാനവും നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സാധ്യതകളൊക്കെ ഉണ്ട്. ഇവിടെ മാസത്തിന്റെ മധ്യഭാഗത്തിൽ സംഭവിക്കുന്ന സൂര്യൻ്റെതായ സംക്രമണം ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതിൻ്റെതായ ഒരു സൂചനയും കൂടി പറയേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളും ഉദ്യോഗപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ രാശിനാഥനായ ചൊവ്വ 6-ാം ഭാവത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ മാസം ജോലിയിൽ വിജയിക്കാൻ നിങ്ങൾക്ക് വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. ജോലി സമ്മർദ്ദം വളരെ കൂടുതലുമായിരിക്കും. സഹപ്രവർത്തകരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നിരുന്നാലും 6-ാം ഭാവത്തിലുള്ള ചൊവ്വയുടേതായ സാന്നിധ്യം ശത്രുക്കൾക്ക് എതിരെയൊക്കെ വിജയിക്കാനുള്ള ഒരു ശക്തിയും മനോധൈര്യവുമൊക്കെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 10-ാം ഭാവാധിപത്യനായ ശനി 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ തൊഴിലിൽ പ്രതീക്ഷിക്കുന്ന അംഗീകാരമോ പ്രമോഷനോ ഒക്കെ ലഭിക്കാനായിട്ട് കുറച്ച് കാലതാമസങ്ങളൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യങ്ങളും മനസ്സിലാക്കാം. ഒരു മാറ്റം പ്രതീക്ഷിക്കാമെന്നുള്ളത് ഓഗസ്റ്റ് 17-ന് ശേഷമാണ്. അതായത് ഇപ്പോൾ 5-ാധിപത്യ സ്ഥാനത്തുള്ള സൂര്യൻ സ്വന്തം രാശിയായ 5-ാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി തന്നെ നിങ്ങളുടേതായ ഒരു ആത്മവിശ്വാസമൊക്കെ ഇരട്ടിയായി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ തൊഴിലിടങ്ങളിൽ ഒരു നേതൃത്വ പാഠവും ഒരു ഗുണവുമൊക്കെ വരികയും അത് നിങ്ങളുടേതായ മേലുദ്യോഗസ്ഥർക്ക് വളരെയധികം അനുകൂലമായ ഒരു താല്പര്യം നിങ്ങളോട് വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തൊഴിലിൽ അവരുടേതായ ഒരു പ്രശംസയൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യങ്ങളും ഇവിടെ വരും എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത് ഓഗസ്റ്റ് മാസം 17-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കുക. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാഭാധിപനായ ശനി 12-ാം ഭാവമായ വ്യയസ്ഥാനത്താണ് നിലകൊള്ളുന്നത്. പ്രത്യേകിച്ചും 7.5 ശനിയുടേതായ ഒരു തുടക്കകാലവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ചെലവുകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഇവിടെ വരവുകൾ വന്നാൽ തന്നെയും ചെലവുകളായിരിക്കും വളരെയധികം കൂടുക. അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിലോ അനാവശ്യ ഘട്ടത്തിലോ ഒക്കെ യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. 11-ാം ഭാവമായ ലാഭസ്ഥാനത്ത് രാഹു ഉള്ളതുകൊണ്ട് തന്നെ 9-ാം ഭാവാധിപത്യത്തിലുള്ള വ്യാഴം അവിടെ 11-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ വരുമാനത്തിൻ്റെതായ ഒരു സ്രോതസ്സൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യങ്ങളും നിങ്ങൾക്ക് വരും. അതായത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെ ലാഭസ്ഥാനത്തേക്ക് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് ഒരു വരുമാനം എന്ന് കണക്കാക്കാൻ പറ്റില്ല. വന്നതുപോലെ തന്നെ ചിലവായി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. അതായത് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ലോൺ സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും പോയി അപ്രതീക്ഷിതമായി കൈയൊന്നും വച്ചു കൊടുക്കരുത്. അതുപോലെ നിങ്ങളുടേതായ ഫൈനാൻസ് സംബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ട്രേഡിംഗ് സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും തന്നെ എടുത്തു ചാടി ഇടപെട്ട് പണം നഷ്ടപ്പെടുത്താതിരിക്കുവാനായിട്ട് ശ്രമിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ചിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ വളരെയധികം ശ്രദ്ധ വേണമെന്നുള്ള ഒരു സമയമാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഉദരം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഓവർ സ്ട്രെയിൻ ചെയ്ത് ജോലി ചെയ്യുന്ന സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഗ്യാസ്ട്രിക് പോലുള്ള അസുഖങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളും ഒക്കെ വരും എന്നതാണ് ഇപ്പോൾ ഈ ആരോഗ്യപരമായ കാര്യം മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ വളരെയധികം ശ്രദ്ധയൊക്കെ വേണം. ടെൻഷൻ കൂടുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെതായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രക്തം ദൂഷ്യം പോലുള്ള അസുഖങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കണക്കും മനസ്സിലാക്കാം. ഇവിടെ ശനി 12-ാം ഭാവമായ വ്യയസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അകാരണമായ മാനസിക സമ്മർദ്ദങ്ങളും ഉറക്കമില്ലായ്മയൊക്കെ നിങ്ങളെ വളരെയധികം ടോർച്ചർ ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇവിടെ സൂര്യൻ്റെതായ സ്ഥിതി നോക്കുമ്പോഴാണെങ്കിൽ 5-ാം ഭാവത്തിൽ കേതുവിൻ്റെ ഒപ്പം ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ ഹൃദയമിടിപ്പൊക്കെ ധാരാളം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ECG പോലുള്ള എന്തെങ്കിലുമൊക്കെ ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെറുതെയെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കുടുംബപരമായിട്ടുള്ള അന്തരീക്ഷത്തെ കണക്കാക്കുമ്പോൾ ഇപ്പോൾ തുടക്കകാലം, അതായത് ഈ ഒരു മാസം വളരെയധികം ഒരു സാധാരണ നിലയിൽ പോയിക്കൊണ്ടിരുന്നാൽ തന്നെയും ഓഗസ്റ്റ് 21
കഴിയുന്ന സമയത്ത് ഇവിടെ ശുക്രൻ 4-ാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം കൂടി വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കുടുംബപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരുക. അതുപോലെ 7-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നതും ദാമ്പത്യപരമായ ജീവിതത്തിലൊക്കെ വളരെയധികം നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. കുട്ടികളുടേതായ കാര്യങ്ങളിലൊക്കെ മാത്രമാണ് ഒരല്പമെങ്കിലും ശ്രദ്ധ വേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അവരുടെ ഈ പഠനം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഒരല്പം ശ്രദ്ധക്കുറവൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങൾ ഇവിടെ വരുമെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടേതായ വാശിക്ക് അനുകൂലമായി നിന്ന് തരികയില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് തന്നെ അനാവശ്യമായ വാശികളൊന്നും അവരോട് കാട്ടരുത് കുട്ടികളോട്. കാരണം എന്ന് വെച്ചാൽ ഈ ഓഗസ്റ്റ് 17-ാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരിക. അതുവരെ അവർക്കും ഒരു വല്ലാത്ത ഒരു മാനസികമായ ഒരു നിലയും പഠിക്കാനുള്ള ഒരു ചിന്താഗതിയൊക്കെ കുറവായിരിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിലവിലുള്ള രാശി മാറ്റങ്ങൾ മേടം രാശിക്കാർക്ക് ഒരു അനുകൂല ഭാവമൊക്കെ നൽകണമെങ്കിൽ എന്തായാലും ഓഗസ്റ്റ് മാസം 17-ാം തീയതി കഴിയണമെന്നുള്ളതാണ്. ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ സമ്മിശ്രമായിട്ടുള്ള, അതായത് ഇടകലർന്ന രീതിയിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു മാറ്റവും നല്ലതും തിന്മയും ഒക്കെ നൽകുക എന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി 7-ാം ഭാവത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ കൂട്ടു ബിസിനസ്, അതായത് പങ്കാളിത്തപരമായ രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ തുടരും. അതായത് നിങ്ങൾ തുടർന്ന് തന്നെ കൊണ്ടുപോകും. എന്നിരുന്നാൽ തന്നെയും ഒരു പങ്കാളിത്തപരമായ രീതിയിൽ ഒരു അകൽച്ച വന്നു ചേരുന്ന സാഹചര്യം കൂടി മനസ്സിലാക്കുക. അതായത് പരസ്പരം ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാതെ ഒരു ഏകാധിപത്യത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നൊരു ചിന്തകൾ അനാവശ്യമായി നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ. ഇത് 12-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം നമ്മുടെ കൂട്ടു പങ്കാളിത്ത ബിസിനസ്സിലേക്കുള്ള ആ ഒരു വ്യക്തി നമ്മളെ പറ്റിക്കുകയാണോ എന്ന ചിന്താഗതി ഇവിടെ ശനി നിങ്ങൾക്ക് നൽകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വലിയ രീതിയിൽ പണം മുടക്കുവാനൊന്നും ശ്രമിക്കരുത് ഇത്തരം ബിസിനസ് സംരംഭങ്ങളിൽ. അതായത് കടം വാങ്ങി ലോൺ സംബന്ധപ്പെട്ട രീതിയിലൊക്കെ പണം മുടക്കി കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് ചെയ്യാം എന്നൊരു സാഹചര്യത്തിലേക്കൊന്നും ഇവിടെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരിക. അഥവാ ചെയ്താൽ നിങ്ങൾക്ക് തൻ്റേതായിരിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുക. കാരണം ഇത്തരം പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ആസൂത്രണമായ രീതിയിൽ ഉണ്ടെങ്കിൽ, അതായത് കുറച്ചുകൂടെ മാറ്റം വരുത്തണമെന്ന ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അത് ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ മാസം ഒക്കെ ആവുമ്പോഴാവും അതിൻ്റേതായ ഒരു നല്ല സമയം എന്നെനിക്ക് പറയാനായിട്ട് കഴിയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ, അതായത് ഈ മേടം രാശിയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഏകാഗ്രത കുറവൊക്കെ വരും. അത് പഠനം സംബന്ധിച്ച വിഷയങ്ങളിൽ ഒരു ഏകാഗ്രത ഇല്ലായ്മ, അതായത് ശ്രദ്ധ കുറവൊക്കെ വരുന്ന ഒരു സാഹചര്യം. ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 5-ാം ഭാവത്തിലെ കേതുവിൻ്റേതായ ആ ഒരു സാന്നിധ്യം വളരെയധികം നിർണായകമായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം അകാരണമായ ചിന്തകൾ പ്രശ്നങ്ങളിലേക്കും അവരുടേതായ ശ്രദ്ധ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനും ഇവിടെ കേതു അനുവദിക്കില്ല എന്നാണ്. ഇവിടെ ഓഗസ്റ്റ് 17-ന് ശേഷം മാത്രം തന്നെയാണ് ഇവർക്ക് വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ ഒരു നല്ല ഫലം. കാരണം സൂര്യൻ സ്വന്തം രാശിയായ 5-ാം ഭാവത്തിലേക്ക് വരുന്നത് ആയിരിക്കും ഒരു നല്ല ഒരു ഫലത്തെ തരിക. ആ രാശിയിലേക്ക് വരുന്ന സൂര്യൻ വരുന്ന സമയം, നിങ്ങളുടെ രാശിനാഥൻ വരുന്ന സമയത്തിലേക്ക് ഇവിടെ ഒരു നല്ല ഫലം നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ഇവർക്ക് പഠനം സംബന്ധിച്ച രീതിയിലൊക്കെ ഒരു മുന്നിലേക്ക് വരണം, പഠിക്കണം, നല്ല ജോലിയൊക്കെ നേടണം എന്ന ചിന്തയൊക്കെ ഇവർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം മുതൽക്ക് ഇവരുടേതായ ഒരു ചിന്താഗതി മാറുകയും അത്ഭുതകരമായ രീതിയിൽ അവരൊക്കെ തന്നെ നല്ല രീതിയിൽ മത്സര പരീക്ഷകളൊക്കെ പങ്കെടുത്ത് നല്ല മാർക്കൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും. തൊഴിൽപരമായ രീതിയിൽ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെയും ആ ഒരു സമയത്തിന് ശേഷമായിരിക്കും അത്തരം ഒരു ചിന്തയൊക്കെ വരികയും നല്ല രീതിയിൽ അധ്വാനം ചെയ്ത് മുന്നിലേക്ക് വരണമെന്ന ചിന്ത പ്രാപ്തമാകുകയും ചെയ്യുന്നത്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുവാനായിട്ട് ഈ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ തന്നെ ശനീശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നീരാഞ്ജന വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെയധികം നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യും. കാരണം ശനിയുടേതായ ഒരു കാഠിന്യം, 7.5 ശനിയുടേതായ കാഠിന്യം കുറയ്ക്കണം. ധർമ്മശാസ്താവിന് നീരാഞ്ജന ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ല ഫലം നൽകും. അതുപോലെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെയും വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യണം. ഇവിടെ ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെതായ ഒരു ആധിപത്യത്തിൻ്റെ ആ ഒരു ബലം കൂട്ടുവാനായിട്ട് തന്നെ ഇവിടെ എല്ലാ ചൊവ്വാഴ്ച ദിനങ്ങളിലും സുബ്രഹ്മണ്യ സ്വാമി, അതായത് സാക്ഷാൽ ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെയധികം നല്ല ഫലത്തെ. ഒപ്പം തന്നെ വിഘ്നേശ്വര ഭഗവാനെ കൂടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ വിഘ്നേശ്വരനെയും പ്രാർത്ഥിക്കേണ്ട ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ്. ഇവിടെ കേതുവിൻ്റെതായ ദോഷം മാറുവാനും വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ മേടം രാശിക്കാർക്ക് വേണ്ടിയിട്ട് പറയേണ്ടത്.